അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോളജി, ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഇമ്മ്യൂണോളജി. ഓക്കെ, ഇനി ഈ ഒരു ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ഒരു റഷ്യൻ ബയോളജിസ്റ്റാണ് ആര്? ഇലിയ ഇലീച്ച് മെക്നിക്കോവ്. ഓക്കെ, ഇലിയ ഇലീച്ച് മെക്നിക്കോവ് ആണ് എന്ത് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമ്മ്യൂൺ സെൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസുകളാണ് ആര്? ഈ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസുകളാണ് ലിംഫോയിഡ് സെൽസുകൾ. ഈ ലിംഫോയിഡ് സെൽസ് രണ്ട് ടൈപ്സ് ലിംഫോയിഡ് സെൽസുകളാണുള്ളത്. ഏതൊക്കെയാണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും അതുപോലെ തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്ത ഒരു റഷ്യൻ ബയോളജിസ്റ്റാണ് ഇലിയ ഇലീച്ച് മെക്നിക്കോവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസുകളാണ് ലിംഫോയിഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ ലിംഫോയിഡ് സെൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസുകളും അതുപോലെ തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസുകൾ. ഓക്കെ, അപ്പോൾ ഈ ഇമ്മ്യൂൺ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസുകളാണ് ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്താണ് നോക്കാം. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. സോ ഈ ഒരു പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൻ്റെ ഇതെന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ടാണ് ലിംഫോപോയസിസ് നടക്കുന്നത്. ലിംഫോപോയസിസ് എന്താണ് ഈ ലിംഫോപോയസിസ്? അതായത് ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്ന ഒരു പ്ലേസാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ്സ്. ഓക്കെ, സോ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ ലിംഫോയിഡ് സ്റ്റെം സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെച്യൂർ ചെയ്തിട്ടാണ് ഇമ്മ്യൂൺ സെൽസുകൾ, ഇമ്മ്യൂണോ കോമ്പിറ്റൻറ്റ് സെൽസുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ച് സെല്ലുകൾ എന്താ ചെയ്യുന്നത്? മെച്യൂർ ആവും. ഓക്കെ, നമ്മളുടെ ലിംഫോയിഡ് സ്റ്റെം സെൽസുകൾ എന്താ ചെയ്യുന്നത്? മെച്യൂർ ആകും. പ്രൊലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെച്യൂർ ആകും. എന്നിട്ടാണ് അവരെങ്ങോട്ടേക്ക് പോകുന്നത്? ബ്ലഡ് വഴി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകുന്നത്. ഇത്രയൊക്കെയാണോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ആ ഒരു ഇമ്മ്യൂണോളജി ടേം കോയിൻ ചെയ്തത് ഇലിയ ഇലീച്ച് മെക്നിക്കോവ്. അതുപോലെ തന്നെ ഈ ഇമ്മ്യൂൺ സെൽസുകൾ ഫോം ചെയ്യുന്ന ഓർഗൻസുകളാണ് ലിംഫോയിഡ് ഓർഗൻസ്. ഈ ലിംഫോയിഡ് ഓർഗൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും അതുപോലെ തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ മേജർ സൈറ്റ് ഫോർ ലിംഫോപോയസിസ്. സോ വാട്ട് ഈസ് ലിംഫോപോയസിസ്? ഫോർമേഷൻ ഓഫ് ലിംഫോസൈറ്റ്. ഓക്കെ, സോ അവിടെയുള്ള ലിംഫോയിഡ് സ്റ്റെം സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മെച്യൂർ ആകും. അത് കഴിഞ്ഞിട്ടാണ് അവരെങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യും? ബ്ലഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് ബ്ലഡ് വഴി നമ്മളുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് എത്തുന്നത്. ഇതാണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ്. ഇത്ര ഓക്കെയാണോ? ഓക്കെ, ഇനി അടുത്തത് സോ ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസുകളാണ് ഏതൊക്കെ? ഫസ്റ്റ് വൺ തൈമസ്. പിന്നെ എന്തൊക്കെയാണ്? ബോൺ മാരോ. തൈമസ്, ബോൺ മാരോ ആൻഡ് ബേഴ്സ ഓഫ് ഫാബ്രിഷ്യസ്. ഓക്കെ, പുറത്ത് വയ്ക്കുക. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസുകൾ ഏതൊക്കെയാണ്? തൈമസ്, ബോൺ മാരോ, ബേഴ്സ ഓഫ് ഫാബ്രിഷ്യസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് തൈമസിനെ കുറിച്ച് നോക്കാം.
ഇതാണ് തൈമസ്. ഓക്കെ, ഇതാണ് തൈമസ്. ഓക്കെ, സോ ഈ ഒരു തൈമസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എഴുതാം. ഈ തൈമസ് എന്ന് പറഞ്ഞാൽ ഇത് ഡെറിവേറ്റീവ് ഓഫ് ഫാരിങ്സ്. ഫാരിങ്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ് എന്ത്, ഈ ഒരു തൈമസ് എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ തൈം ലീഫ് പോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, തൈം ലീഫ് കുറച്ചും കൂടി വേറൊരു വ്യൂവിൽ പറയുന്നത് കണ്ടോ, ഇങ്ങനെ തൈം ലീഫ് പോലെയാണ് തൈമസ് ഇരിക്കുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഹ്യൂമൻ ബീങ്സ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിന് 2 ലോബ്ഡ് തൈമസ് ആണുള്ളത്. ഓക്കെ, ഇപ്പം ഹ്യൂമൻസിന് എങ്ങനെയാണ്, ഹ്യൂമൻസിന് 2 ലോബ്ഡ് തൈമസ് ആണുള്ളത്. ബേർഡ്സിലൊക്കെ ആണെങ്കിൽ ഒരു 7 ലോബ്ഡ് തൈമസ് ആണുള്ളത്. ഹ്യൂമൻസിൽ 2 ലോബ്ഡ് തൈമസ് ആണ് ഉള്ളത്. ഇത്ര ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ തൈമസ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് തൈമസ്. അത് ഫാരിങ്സിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഇങ്ങനെ തൈം ലീഫ് പോലെയാണ്, തൈം ലീഫിൻ്റെ പോലെ ഒരു റിസംബിളൻസ് കാണിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ തൈമസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഇങ്ങനെ ലോബുകൾ നോക്കുകയാണെങ്കിൽ ഉള്ളിൽ കുറേ സെപ്റ്റകളുണ്ട്. ആ സെപ്റ്റകളെ ട്രബാക്യുല എന്ന് പറയും. അതുപോലെ തന്നെ ഈ ലോബിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ പുറമേ ഉള്ള ഭാഗത്തിനെ നമ്മൾ കണ്ടോ, പുറമേ ഉള്ളതിനെ കോർട്ടെക്സ് എന്നും ഉള്ളിലുള്ളതിനെ മെഡുല എന്നും പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ കോർട്ടെക്സിൻ്റെ ഭാഗത്തുള്ളത് ഈ കോർട്ടെക്സിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ്, ഇമ്മച്വർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകളാണ് കോർട്ടെക്സിൻ്റെ ഭാഗത്തുള്ളത്. ഇമ്മച്വർ ലിംഫോസൈറ്റുകൾ കാണുന്നത് കോർട്ടെക്സിൻ്റെ ഭാഗത്തും മെഡുലയുടെ ഭാഗത്ത് മെച്വർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകളാണ് കാണുന്നത്. ഇത്ര ഓക്കെയാണോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ലിംഫോസൈറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടി ലിംഫോസൈറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ തൈമസിൽ വെച്ചിട്ട് ലിംഫോസൈറ്റുകൾ മെച്വർ ചെയ്തിട്ട് ടി ലിംഫോസൈറ്റുകൾ ഫോം ചെയ്യും. ടി ലിംഫോസൈറ്റ്. ഓക്കെ, പിന്നെ മെഡുലയെ കുറിച്ച് ഞാൻ പറഞ്ഞു, മെഡുലയിലാണ് മെച്വർ സെൽസുകൾ ഉള്ളത്. മെച്വർ ആവുന്ന സമയത്ത് ഈ കോർട്ടെക്സിൽ ഇമ്മെച്വർ സെൽസുകളും മെഡുലയിൽ മെച്വർ സെൽസുകളാണ്. അപ്പോൾ കോർട്ടെക്സിലുള്ള ഇമ്മെച്വർ സെൽസുകൾ മെച്വർ ആവുമ്പോൾ അവർ മെഡുലയിലേക്ക് പോകുകയാണ്, അവർ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മെഡുലയുടെ ഉള്ളിലായിട്ട് ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, ഈ മെഡുലയുടെ ഉള്ളിലായിട്ട് കുറച്ച് കോർപ്പസൽസ് ഉണ്ട്. അതേ കണ്ടോ, കോർപ്പസൽസ്. ഈ ഒരു കോർപ്പസൽസിനെയാണ് തൈമിക് കോർപ്പസൽസ് അല്ലെങ്കിൽ ഹെയ്സൽ കോർപ്പസൽസ് എന്ന് പറയും. ഹെയ്സൽ കോർപ്പസൽസ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, തൈമിക് കോർപ്പസൽസ് അല്ലെങ്കിൽ ഹെയ്സൽസ് കോർപ്പസൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഓക്കെയാണോ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് തൈമസ് നമ്മളുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്, ഓക്കെ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുന്നത് അവിടെയാണ് ലിംഫോസൈറ്റുകൾ. അതായത് ലിംഫോസൈറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, നമ്മളുടെ ബി സെൽസുകൾ, ടി സെൽസുകൾ, ഇതൊക്കെയാണ് ലിംഫോസൈറ്റുകൾ. ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്. അപ്പോൾ ഇവരുടെയൊക്കെ ഫോർമേഷൻ നടക്കുന്ന ഒരു ഭാഗമാണ് ലിംഫോയിഡ് ഓർഗൻ. അപ്പോൾ ലിംഫോപോയിസിസ് നടക്കുന്നത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ്. അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞായിരുന്നു, തൈമസ്, ബോൺ മാരോ, അതുപോലെ തന്നെ ബേഴ്സ ഓഫ് ഫാബ്രിഷ്യസ് ഒക്കെയാണ് എന്ത്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ. നമ്മൾ അതിൽ ഫസ്റ്റ് തൈമസിനെ കുറിച്ചാണ് പറഞ്ഞത്. തൈമസ് എന്ന് പറയുമ്പോൾ അതേ കണ്ടോ, ഈ സ്റ്റേണത്തിന്റെ പുറകിലായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ തൈമസ് എന്ന് പറയുന്നത്.
തൈമസ് എന്ന് പറയുമ്പോൾ ഫാരിങ്സിന് ഒരു ഡെറിവേറ്റീവ് ആണ്. കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഇതാ കണ്ടോ, ഇങ്ങനെ ഒരു തൈം ലീഫ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മളതിനെ തൈമസ് എന്ന് പറയുന്നത്. ഹ്യൂമൻസിൽ അത് 2 ലോബ്ഡ് സ്ട്രക്ചർ ആണ്, ബേർഡ്സിലൊക്കെ 7 ലോബ്ഡ് സ്ട്രക്ചർ ആണ്. പിന്നെ ഈ ലോബുകൾ നോക്കുകയാണെങ്കിൽ ലോബുകളുടെ ഉള്ളിൽ ഇങ്ങനെ സെപ്റ്റ പോലെ പോയിട്ടുണ്ട്, അതിനെയാണ് ട്രബാക്കുലേ എന്ന് പറയുന്നത്. പിന്നെ 2 ഡിവിഷൻസ് വരുന്നുണ്ട്, കോർട്ടെക്സും മെഡുലയും. കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അവിടെ പുറത്ത് കാണുന്ന ഒരു ഭാഗമാണ് കോർട്ടെക്സ്, മെഡുല എന്ന് പറയുമ്പോൾ ഉള്ളിലുള്ളൊരു ഭാഗമാണ്. കോർട്ടെക്സിൽ ഇമ്മച്ചുവർ ആയിട്ടുള്ള ലിംഫോസൈറ്റ്, അതായത് മെച്ചുവർഡ് ആവട്ടെ ഇമ്മച്ചുവർ ലിംഫോസൈറ്റ് കാണുന്നത് കോർട്ടെക്സിലും മെച്ചുവർ ആയിട്ടുള്ള ആളുകൾ കാണുന്നത് മെഡുലയിലുമാണ്. ഓക്കെ, അത് മാത്രമല്ല മെഡുലയിൽ ചില ഒരു പ്രത്യേക രീതിയിലുള്ള പെക്യുലർ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അതിനെയാണ് തൈമിക് കോർപ്പസൽസ് അല്ലെങ്കിൽ ഹെയ്സൽ കോർപ്പസൽസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? അപ്പൊ ഈ തൈമസിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ടി ലിംഫോസൈറ്റുകൾ, ഈ ടി ലിംഫോസൈറ്റുകൾ മെച്യൂർ ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? തൈമസിൽ വെച്ചിട്ടാണ് ടി ലിംഫോസൈറ്റ് മെച്യൂർ ചെയ്യുന്നത്. പിന്നെ ഈ ടി സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ്. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അത്ര ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ തൈമസിനെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? തൈമക്ടോമി എന്ന് പറയുന്നത്. തൈമക്ടോമി എന്ന് പറഞ്ഞാൽ തൈമസിനെ സർജിക്കലി റിമൂവ് ചെയ്യുന്നതിനെയാണ് തൈമക്ടോമി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു തൈമസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു അസുഖമുണ്ട്. ഏതൊക്കെയാണ്? ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയും. ഈ ഡൈജോർജ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആബ്സെൻസ് ഓഫ് തൈമസ്. തൈമസ് ഒന്നില്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ തൈമസ് ആബ്സെന്റ് ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ അന്നേരം തൈമസ് ആബ്സെന്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? തൈമസ് ഇല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ ടി സെൽസിന്റെ കൗണ്ട് കുറയും. ഓക്കെ, ഈ ഒരു അവസ്ഥനെയാണ് എന്തെന്ന് പറയുന്നത്? ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഏറ്റവും ഫസ്റ്റ് ഇമ്മ്യൂണോളജി എന്താണെന്ന് പറഞ്ഞു. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ആണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. അത് ആ ഒരു ടേം കോയിൻ ചെയ്തത് ഇലിയ ഇലീക് മെക്നിക്കോ എന്ന് പറയും. പിന്നെ ഈ ലിംഫോസൈറ്റുകൾ കാണുന്ന സെല്ലുകളാണ് ലിംഫോയിഡ് സെൽസുകൾ. അത് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസുകളും അതുപോലെ തന്നെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻ. പ്രൈമറി ലിംഫോയിഡ് ഓർഗനിലാണ് മെയിനായിട്ട് ലിംഫോസൈറ്റുകൾ ഫോർമേഷൻ നടക്കുന്നത്. സോ അവിടെ വെച്ചിട്ട് ലിംഫോയിഡ് സ്റ്റെം സെൽസുകൾ പ്രൊലിഫറേറ്റ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെച്യൂർ ചെയ്യും, എന്നിട്ടാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിലാണ് തൈമസ്, ബോൺ മാരോ, അതുപോലെ തന്നെ ബേഴ്സ് ഓഫ് ഫാബ്രിഷ്യസ്. തൈമസ് എന്ന് പറയുമ്പോൾ ഫാരിങ്സിനൊരു ഡെറിവേറ്റീവ് ആണ്, തൈം ലീഫ് പോലെയാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആ ഒരു പേര് കൊടുത്തു. ഹ്യൂമൻസിലാണെങ്കിൽ 2 ലോബ്ഡ് തൈമസ് ആണുള്ളത്, ബേർഡ്സിൽ 7 ലോബ്ഡ് തൈമസ് ആണുള്ളത്. പിന്നെ തൈമസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ തൈം ലീഫ് പോലെയാണ് ഇരിക്കുന്നത്. അവർക്ക് കുറേ ലൊബ്യൂളുകളെ സെപ്പറേറ്റ് ചെയ്ത് സെപ്റ്റുകളുണ്ട്. ആ സെപ്റ്റിനെ ട്രബാക്കുല എന്ന് പറയും. അതുപോലെ തന്നെ തൈമസ് നോക്കുകയാണെങ്കിൽ പുറമുള്ള ഭാഗത്തിന് കോർട്ടെക്സും ഉള്ളിലും മെഡുലയും. കോർട്ടെക്സിൻ്റെ ഭാഗത്ത് മെച്യൂരിറ്റി ആവാത്ത ലിംഫോസൈറ്റുകൾ, ഇമ്മെച്യൂർ ലിംഫോസൈറ്റുകളാണ് ഉള്ളത്. മെഡുലയുടെ ഭാഗത്ത് മെച്യൂർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകളുണ്ട്. മെഡുലയുടെ ഭാഗത്ത് കാണുന്ന ചില സ്ട്രക്ചേഴ്സുകളാണ് ഹെയ്സൽ കോർപ്പസൽസ് അല്ലെങ്കിൽ തൈമിക് കോർപ്പസൽസ് എന്ന് പറയുന്നത്. പിന്നെ തൈമസിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടി ലിംഫോസൈറ്റുകൾ മെച്യൂർ ആവുന്നത്, അങ്ങനെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതും അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്ര ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞൊരു കേസ് എന്ന് പറഞ്ഞാൽ ഡൈജോർജ് സിൻഡ്രോം. ഡൈജോർജ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ തൈമസ് അണ്ടർ ഡെവലപ്ഡ് ആവുമ്പോഴോ തൈമസ് ആബ്സെന്റ് ആവുന്ന സമയത്ത് ടി സെൽസിന്റെ കൗണ്ട് കുറയുന്ന ഒരു അവസ്ഥേനെയാണ് ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത്ര ഓക്കെ അല്ലേ? ഇനി ബേർഡ്സിലുള്ള ഒരു സെക്കൻഡ്, ഇതൊക്കെ അല്ലേ? ബേർഡ്സിലുള്ള പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് ബേഴ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്നത്. അപ്പം ബേർഡ്സിലുള്ള, ഞാൻ ഇവിടെ എഴുതുന്നുണ്ടേ, ബേർഡ്സിലുള്ള പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് എന്ത്? ഈ ഒരു ബേഴ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവരുടെ ബി സെൽസുകൾ ഡെവലപ്പ് ചെയ്യും. ഇവരുടെ യോക്സാക്കിലുള്ള സ്റ്റെം സെൽസിൽ നിന്ന് ബി സെൽസുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, യോക്സാക്കിലും ലിവറിലും ബോൺ മാരോയിലും കാണപ്പെടുന്ന സ്റ്റെം സെൽസിൽ നിന്ന് ബി സെൽസുകൾ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ ഒരു പ്രിമോഡിയൽ ബി സെൽസുകൾ ബേർഡ്സിലേക്ക് ചെന്ന് മെച്യൂർ ആയിട്ടുള്ള ബി സെൽസുകളായിട്ട് മാറും. ഓക്കെ,
പിന്നെ ഇവർക്കും എന്താണ് കുറേ ലോബുകളുണ്ട്. നമ്മൾ ആ ലോബുകളെ ഫോളിക്കിൾസ് എന്ന് പറയും. ഈ ഫോളിക്കിൾസിനും ഈ നേരത്തെ പറഞ്ഞ പോലെ ഔട്ടർ കോർട്ടെക്സും അതുപോലെ തന്നെ ഉള്ളിൽ മെഡുല, ഇന്നർ മെഡുല പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ ബേർഡ്സിലുള്ള ബേർഡ്സിന്റെ പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ് ബേഴ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്നത്. ബി സെൽസിന്റെ ഡെവലപ്മെന്റ്, അതായത് ബി സെൽസുകൾ ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവരുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇവർക്കും കോർട്ടെക്സ് മെഡുല എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നെ ഈ ബി സെൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് എന്ത്, നമ്മൾ നേരത്തെ ടി സെൽസ് തന്ന ഇമ്മ്യൂണിറ്റി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞു. ബി സെൽസ് നൽകുന്ന ഇമ്മ്യൂണിറ്റി ആണ് എന്ത്, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുമ്പോൾ ദേ കണ്ടോ, ഇതാണ് ബേർഡ്. ഇത് ബേർഡ്സിന്റെ ക്ലോയോക്കയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസിനെ കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. അപ്പം ബേർഡ്സിലുള്ള പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ് ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്ന ബി സെൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവർക്കും ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും ഉണ്ട്. ഈ ബി സെൽസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. ഇത്ര ഓക്കെ അല്ലേ? ഇത് ബേർഡ്സിന്റെ കേസിലാണ് ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ്. ഇനി അടുത്തതാണ് ബോൺ മാരോ. ഓക്കെ, ബോൺ മാരോ എന്ന് പറയുന്നതും പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ് അല്ലേ? ഹ്യൂമൻസിലുള്ള പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ് ബോൺ മാരോ. ഇതാണ് ബോൺ മാരോ. സോ ഈ ഒരു ബോൺ മാരോ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ബോൺ മാരോസ് ഉണ്ട്. റെഡ് മാരോ, 3 ടൈപ്പ് ബോൺ മാരോസ് ഉണ്ട്. റെഡ് മാരോ, യെല്ലോ മാരോ, സ്ട്രോമ. ഓക്കെ, റെഡ് മാരോ, യെല്ലോ മാരോ, സ്ട്രോമ. ഓക്കെ, അതിൽ ഈ റെഡ് മാരോ എന്ന് പറയുമ്പോൾ റെഡ് മാരോ കാണുന്നത് ഫ്ലാറ്റ് ബോൺസിലാണ്. ലൈക്ക് പെൽവിസ്, സ്റ്റേർണം, ക്രേണിയം, വെർട്ടിബ്രേ പോലുള്ള ഫ്ലാറ്റ് ബോൺസിലാണ് റെഡ് മാരോ ഉള്ളത്. അപ്പോൾ ജനിക്കുന്ന സമയത്ത് എല്ലാ ബോൺ മാരോവും നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ. ഏജ് കൂടുന്നതനുസരിച്ച് റെഡ് മാരോ യെല്ലോ മാരോ ഇട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതേ നോക്കി, ഏറ്റവും ഫസ്റ്റ് ഇൻഫൻറ്റിൽ ഇൻഫൻസിൽ ഏറ്റവും ഫസ്റ്റ് റെഡ് കളറായിരുന്നു. കുട്ടികളിലായപ്പോഴും ഏകദേശം റെഡ് തന്നെയാണ്. അഡോളിസൻ്റ് എത്തിയപ്പോൾ നോക്കിക്കേ കുറച്ച് യെല്ലോ മാരോ ആയിട്ട് മാറുന്നുണ്ട്. അഡൽട്ട് ആവുമ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് യെല്ലോ മാരോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, അത്ര ഓക്കെ അല്ലേ? ഇപ്പോൾ ബോൺ അത്ര ഓർത്ത് ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൈമറി ലിംഫോഡ് ഓർഗനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ്. ഇത് ഈ ഒരു ടേം കോയിൻ ചെയ്തത് ഒരു റഷ്യൻ സയൻറ്റിസ്റ്റാണ്, ഇലിയ ഇലീക് മെക്കിനിക്കോവ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്മ്യൂൺ സെൽസുകൾ കാണുന്ന ഓർഗൻസ് ആണ് ലിംഫോഡ് ഓർഗൻ. അത് 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി ലിംഫോഡ് ഓർഗനും സെക്കൻഡറി ലിംഫോഡ് ഓർഗൻ. പ്രൈമറി ലിംഫോഡ് ഓർഗനിൽ വരുന്ന 3 ആൾക്കാരാണ് തൈമസ്, ബേഴ്സ് ഓഫ് ഫാബ്രിഷ്യസ്, ബോൺ മാരോ. തൈമസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, തൈം ലീഫ് പോലെ റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്. ഹ്യൂമൻസിൽ 2 ലോബ്ഡ് തൈമസ് ആണുള്ളത്, ബേർഡ്സിൽ 7 ലോബ്ഡ് ആണ് ഉള്ളത്. പിന്നെ തൈമസ് എന്ന് പറയുമ്പോൾ അവർക്ക് കോർട്ടെക്സും മെഡുലയും ഉണ്ട്. കോർട്ടെക്സിന്റെ ഭാഗത്ത് ഇമ്മച്ചുവർ ലിംഫോസൈറ്റും മെഡുലയുടെ ഭാഗത്ത് മെച്ചുവർ ആയിട്ടുള്ള ലിംഫോസൈറ്റുകളുണ്ട്. പിന്നെ അവരുടെ മെഡുലയുടെ ഭാഗത്ത് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്, ഹേസൽ കോർപ്പസെൽസ് എന്ന് പറയും. പിന്നെ ഈ തൈമസിൽ ടി സെൽസിന്റെ മെച്ചുറേഷൻ ആണ് കാണിക്കുന്നത്. ടി സെൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ആണ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയുന്നത് ടി സെൽസ് അണ്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ ടി സെൽസിന്റെ കൗണ്ട് കുറയും. തൈമസിന്റെ അണ്ടർ ഡെവലപ്മെന്റ് സമയത്ത് ടി സെൽസിന്റെ കൗണ്ട് കുറയുന്ന ഒരു അവസ്ഥയാണ് ഡൈജോർജ് സിൻഡ്രോം എന്ന് പറയുന്നത്. ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ബേർഡ്സിലുള്ള പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ്. അവിടെ ബി സെൽസിന്റെ മെച്ചുറേഷൻ ആണ് പറയുന്നത്. ഇവർക്കും ഔട്ടർ കോർട്ടെക്സും ഇന്നർ മെഡുലയും ഉണ്ട്. ഈ ബി സെൽസ് ആയതുകൊണ്ട് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബേർഡ്സ് ഓഫ് ഫാബ്രിഷ്യസ് കാണുന്നത് ക്ലോയോക്കയുടെ തൊട്ടടുത്തായിട്ടാണ് കാണുന്നത്, ബേർഡ്സിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബോൺ മാരോ എന്ന് പറയുന്നതും ഒരു പ്രൈമറി ലിംഫോഡ് ഓർഗൻ ആണ്.
ഇവരെന്താ ചെയ്യുന്നത്, ഇവർ 3 ടൈപ്പ് ബോൺ മാരോസ് ഉണ്ട്. റെഡ് മാരോ, യെല്ലോ മാരോ, സ്ട്രോമ. റെഡ് മാരോ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് റെഡ് മാരോ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു അഡൽട്ട് ഒക്കെ ആകുമ്പോഴാണ് അത് യെല്ലോ മാരോയിലേക്കായിട്ട് മാറുന്നത്. ഇത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ അതിന് മുന്നേ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ്. അപ്പോൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിൽ വന്ന ആൾക്കാരാണ് ലിംഫ് നോഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ വെച്ച് ബി സെൽസും ടി സെൽസും മെച്യൂർ ആകും. അത് കഴിഞ്ഞിട്ട് അവർ ആൻറ്റിജനൊക്കെ ആയിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാനായിട്ട് വേണ്ടി അവർ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലേക്ക് എത്തുക ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസുകളാണ് ലിംഫ് നോഡ്, സ്പ്ലീൻ, മാൾട്ട്. ഓക്കെ ആണോ? അപ്പോൾ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ് ലിംഫ് നോഡ്, സ്പ്ലീൻ, മാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഞാൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ, താങ്ക് യു.